വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് രമേശ് ചെന്നിത്തലയാണ്. ഇതിനെല്ലാം അപ്പുറം ഏറ്റവും കൂടുതൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ ആഹ്ലാദഭരിതമായി അവരുടെ ഹൃദയത്തിൽ ആവാഹിച്ചു വെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഷൗക്കത്ത് അലി IPS എന്നാണ്. ADGP ആയിരിക്കുന്ന അജിത് കുമാർ, ആലപ്പുഴയിൽ ഇപ്പോൾ MLA ആയി മാറിയിരിക്കുന്ന AD തോമസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ മൃഗീയമായി തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പിണറായി വിജയൻ്റെ ഗൺമാനെ പരിരക്ഷിക്കാൻ കേരളത്തിൽ ADGP ആയി പ്രവർത്തിക്കുന്ന അജിത് കുമാർ നേരിട്ട് ഇടപെട്ടു എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഷൗക്കത്ത് അലി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആലപ്പുഴയിലേക്കല്ല പോയത്, നേരെ പോയത് തിരുവനന്തപുരത്തേക്കാണ്. തൻ്റെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ADGP അജിത് കുമാർ. ഇനി DGP പട്ടമണിയാൻ കാത്തിരിക്കുന്ന 4 പ്രമുഖ പോലീസ് ഓഫീസർമാരിൽ ഒരാൾ കൂടിയാണ് അജിത് കുമാർ. പൂർവ്വകാല യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകനാണ് താനെന്നും തന്നെ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അജിത് കുമാർ പല കോൺഗ്രസ് നേതാക്കന്മാരെയും ഉന്നതാധികാര കേന്ദ്രങ്ങളെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കൊച്ചി നഗരത്തിൽ പോലീസ് കമ്മീഷണറായി അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ കൊച്ചിയിലെ ഒരുവിധപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരോടെല്ലാവരോടും വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ കൗശലപൂർവ്വം പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് അജിത് കുമാർ. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം താൻ മുൻകാലത്ത് പ്രവർത്തിച്ചു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയോ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെയോ ഒറ്റ പ്രവർത്തകനെ പോലും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപരാധം എന്ന് പറയുന്നത് AD തോമസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ മൃഗീയമായി പീഡിപ്പിച്ച ഗൺമാൻമാർക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെയുള്ള റിപ്പോർട്ട് ആലപ്പുഴ DYSP സമർപ്പിച്ചപ്പോൾ ആ DYSPയുടെ മുന്നിൽ വെച്ച് അജിത് കുമാർ ആ റിപ്പോർട്ട് കീറിക്കളഞ്ഞു എന്നാണ്. അതിനുശേഷം 3ഓ 4ഓ തവണ ഇതേ DYSPയെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ റിപ്പോർട്ട് ഗൺമാൻമാർക്ക് അനുകൂലമായി മാറ്റിയെഴുതണം എന്നാവശ്യപ്പെട്ടു. DYSP ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം മാനിച്ച് മാറ്റിയെഴുതാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഭാവിയിൽ സംഭവിക്കാൻ ഇടയുള്ള അപകടം മണത്ത DYSP അതിന് തയ്യാറായില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഷൗക്കത്ത് അലി കണ്ടെത്തിയിരിക്കുന്ന 1ാമത്തെ കുറ്റവാളി ADGP അജിത് കുമാറാണ്. അദ്ദേഹം നിരന്തരമായി നിർദ്ദേശം നൽകുക മാത്രമല്ല പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ ADGPയെ പ്രേരിപ്പിച്ച ഘടകം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ശശിയാണ്. അദ്ദേഹമാണ് കുറേ കാലമായി കേരളത്തിലെ പോലീസിനെ ആകെ നിയന്ത്രിച്ചത്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോഴും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ ഒന്നൊന്നായി എടുക്കാനും ആ തീരുമാനങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് KSU വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനുമുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് P ശശിയുടെ നിർദ്ദേശാനുസരണം ADGP അജിത് കുമാറാണ്. ആ അജിത് കുമാറിനെ തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ താഴെ അല്ലെങ്കിൽ കീഴെ പ്രവർത്തിക്കുന്ന SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തമമായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുണ്ടായ കാലഘട്ടത്തിൽ ഏറ്റവും മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട പോലീസ് ഓഫീസർമാരിൽ ഒരാളാണ് ഷൗക്കത്ത് അലി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരുന്നത്. അന്ന് വളരെ സംയമനത്തോടുകൂടി പ്രവർത്തിച്ച ഷൗക്കത്ത് അലിക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ CPM സർക്കാരിനെതിരെ മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഷൗക്കത്ത് അലിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. അത് നിന്നു എന്നു മാത്രമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചപ്പോൾ അതിൻ്റെ നായകനാക്കി ഷൗക്കത്ത് അലിയെ മാറ്റാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചതും
അദ്ദേഹത്തോട് ഇടതുപക്ഷം കാണിച്ച സമീപനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഷൗക്കത്ത് അലിക്ക് സ്വന്തം മേധാവിക്കെതിരെ ഒരു റിപ്പോർട്ട് നൽകുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷേ ആ പരിമിതിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ക്രൂര പീഡനത്തിനിരയായവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കണം എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 1 മാസക്കാലത്തിലധികമുള്ള സമയം അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ പൊടുന്നനവെയാണ് അദ്ദേഹം ഈ അന്വേഷണത്തിൻ്റെ എല്ലാ പ്രോസസ്സുകളും പൂർത്തിയാക്കിയത്. ഇനി ബാക്കിയുള്ളത് AD തോമസ് ഉൾപ്പെടെ ഇതിന് ഇരയായവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. DYSPയുടെ മൊഴി ഉൾപ്പെടെ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകും. അങ്ങനെ തയ്യാറാകുമ്പോൾ ഒരുപക്ഷെ പ്രതിപ്പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളത് ഇന്നത്തെ ADGP ശ്രീ അജിത് കുമാറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉപദേശകനും സന്തത സഹചാരിയുമായി പ്രവർത്തിച്ചതിൻ്റെ ഗുണഫലങ്ങൾ അദ്ദേഹം ധാരാളമായി നേടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അനധികൃതമായി നേടിയെടുത്ത സ്വത്ത് വകകളെക്കുറിച്ച്, കവടിയാർ കൊട്ടാരത്തിന് അടുത്ത് അദ്ദേഹം നേടിയെടുത്ത സ്വത്തിനെക്കുറിച്ചും വീടിനെക്കുറിച്ചുമൊക്കെ അന്വേഷണം ഉണ്ടായെങ്കിലും അത് വിജിലൻസ് പൂഴ്ത്തിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ അതും കൂടി പൊങ്ങി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. DGP പ്രമോഷൻ പട്ടികയിൽ 4 പേരിൽ ഒരാളായി ADGP അജിത് കുമാർ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വഴിയടയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് തന്നെയായിരിക്കും ഷൗക്കത്ത് അലി എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ നൽകാൻ സാധ്യതയുള്ളത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകന്മാർക്കും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്കും ചോരയിൽ കുളിച്ചു നിന്ന തോമസിൻ്റെ കാഴ്ച നേരിട്ടും വിഷ്വൽ മീഡിയ വഴിയും അന്ന് കണ്ട കേരളത്തിലെ പൊതുജനങ്ങൾക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരിക്കും.